ഫാസ് നൃത്തസംഗീത വിദ്യാലയത്തിന്റെ 38 വാർഷികാഘോഷം ശനിയാഴ്ച കൂടപ്പുഴ ഫാസ് ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്ന് പ്രിൻസിപ്പൽ സി ശശിധരൻ അറിയിച്ചു. 2:30 പ്രശസ്ത സിനിമ സംവിധായകൻ സുന്ദർ ദാസ് ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5:30 സാംസ്കാരിക സമ്മേളനം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. സനീഷുകുമാർ ജോസഫ് എം.എൽ.എ അധ്യക്ഷനാകും. വൈകിട്ട് 7 ഭരതനാട്യം അരങ്ങേറ്റം, തുടർന്ന് ഫാസ് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഗാനമേള എന്നിവ നടക്കുമെന്ന് രക്ഷാധികാരി അന്നമനട ബാബുരാജ്, ജനറൽ കൺവീനർ കലാഭവൻ ജയൻ എന്നിവർ പറഞ്ഞു. കലാ സംസ്കാരത്തിന് ശക്തമായ തായ്വേരുകൾ സൃഷ്ടിക്കുന്നതിനും അതുപോലെ തേയ്മാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കലാ സംസ്കാരത്തെ ജനഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നതിനും വേണ്ടി ഫാസ് നൃത്ത സംഗീത വിദ്യാലയവും ഫാസും ചെയ്ത സേവനങ്ങൾ, അവരുടെ അതിൻ്റെ സംഭാവനകൾ ചെറുതല്ല. ഒട്ടേറെ കലാസ്നേഹികളുടെ ചിന്തയും കർമ്മവും രൂപം കൊടുത്തതാണ് ഫാസും നൃത്ത സംഗീത വിദ്യാലയം. വിവിധ കലകളുടെ ഉന്നമനത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഫാസ് നൃത്ത സംഗീത വിദ്യാലയം 1987 രൂപം കൊണ്ടത്. പ്രസിദ്ധ സംഗീതജ്ഞനായിരുന്ന തൃശൂർ പി രാധാകൃഷ്ണ അവர்களാണ് ഭദ്രദീപം കൊളുത്തി അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പിന്നീട് ഒട്ടേറെ പ്രതിഭകളെ വാർത്തെടുത്ത ഫാസ് നൃത്ത സംഗീത വിദ്യാലയം അതിൻ്റെ പ്രവർത്തന നിരതമായ 37 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. അതിന് 38 വാർഷിക ആഘോഷം ഈ വരുന്ന ശനിയാഴ്ച 2025 മെയ് മാസം 24-ാം തീയതി ചാലക്കുടി ഫാസ് ഓഡിറ്റോറിയത്തിൽ വച്ച് സമുചിതമായി കൊണ്ടാടുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന കലാപരിപാടികൾ തുടങ്ങുന്നത് ചിത്ര പ്രദർശനത്തോടു കൂടിയാണ്. പ്രസിദ്ധ സംവിധായകൻ ശ്രീ സുന്ദർദാസ് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിന് ശേഷം ഫാസ് നൃത്ത സംഗീത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതം, കഥകളി സംഗീതം, സോപാന സംഗീതം തുടങ്ങി വിവിധ പരിപാടികൾ അരങ്ങേറുന്നതാണ്. വൈകുന്നേരം 5:30 ആരംഭിക്കുന്ന സാംസ്കാരിക സമ്മേളനം സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു അവർ ഉദ്ഘാടനം ചെയ്യുന്നതും പ്രസ്തുത ചടങ്ങിൽ നമ്മുടെ പ്രിയങ്കരനായ ചാലക്കുടി എം.എൽ.എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിക്കുന്നതുമാണ്. ചടങ്ങിൽ മുഖ്യാതിഥിയായി നമ്മുടെ നഗരപിതാവ് ശ്രീ ഷിബു ബാലപ്പൻ അവർ ഉണ്ടായിരിക്കും. റബ്ബർ ബോൾ ഓഫ് ഇന്ത്യ മെമ്പർ കെ എ ഉണ്ണികൃഷ്ണൻ ഫാസ് തുടങ്ങി 11 വർഷങ്ങൾക്ക് ശേഷം 1987 ശ്രീ ബി പി അബൂട്ട മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഒരു നൃത്ത സംഗീത വിദ്യാലയം ഇവിടെ ആരംഭിക്കുന്നത്. ആ നൃത്ത സംഗീത വിദ്യാലയം 38 വർഷമായിട്ട് ഇപ്പോഴും തുടർന്നു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ നമ്മുടെ ഗാനരംഗത്തും ചലച്ചിത്ര രംഗത്തും സാഹിത്യ രംഗത്തും ഒക്കെയുള്ള ഒത്തിരി പ്രതിഭകൾ അവിടെ വന്ന് അവിടുത്തെ വിദ്യാർത്ഥികളെയൊക്കെ അനുഗ്രഹിക്കുക ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പോലെ വാസന്തി രചന ജൂബിലി 25-ാം വാർഷികം 2013 ശ്രീ ഗാനഗന്ധർവൻ വിഭൂഷൺ യേശുദാസാണ് ഉദ്ഘാടനം നിർവഹിച്ചതെന്നൊക്കെ അവർക്ക് അറിയാം. 30-ാം വാർഷികത്തിന് വേണ്ടി ശസ്ത്രഗാന രചയിതാവ് സംവിധായകനായ ശ്രീകുമാരൻ നന്ദിയും അതേപോലെ ശസ്ത്രസംഗീത സംവിധായകൻ അർജുന മാസ്റ്ററും ചേർന്നാണ് അത് നിർവഹിക്കേണ്ടായത്. പിന്നെ ഗായകൻ പി ജയേന്ദ്രൻ അവിടെ വന്ന് പാടിയിട്ടുണ്ട്. അങ്ങനെ എണ്ണം നോക്കിയാൽ ഇപ്പം എല്ലാം എടുത്തു പറയാൻ നമുക്ക് പറ്റില്ല. അത്രയും അധികം സാഹിത്യ മേഖലയിലും സിനിമാ മേഖലയിലുള്ള ആളുകൾ അവിടെ വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ശാസ്ത്രീയ സംഗീതം, നൃത്തം, അതേപോലെ ശാസ്ത്രീയ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ അത് പഠിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ വാർഷിക ആഘോഷം നടത്തുന്നത് ഇത് ഇവിടെ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് അരങ്ങ് ഒരുക്കുക എന്നുള്ളതാണ്. അരങ്ങിൻ്റെ പ്രാധാന്യം നമുക്ക് എവർക്കും അറിയാം. എത്ര കഴിവുണ്ടായാലും അരങ്ങിൽ കയറി നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിച്ചാൽ മാത്രമേ നല്ലൊരു കലാകാരൻ ആയിട്ട് നമുക്ക് മുന്നേറാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേദിയിൽ ഒരുക്കുകയും അവർക്ക് ആ കല പഠിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് അതിനുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം കൂടിയാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാലയം എന്ന് പറയുമ്പോൾ അവിടെ പഠിച്ച കുട്ടികൾ ഫീസ് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ക്ലാസ് നിർത്തി പോയി ചേർത്തില്ല. മറ്റു കാര്യങ്ങൾക്ക് നിർത്തില്ല. പക്ഷേ ഫീസ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വളരെ കുറവ് ഫീസ് ഈടാക്കിയിട്ടാണ് ഈ 38 വർഷമായിട്ട് ഫാസ് സംഗീത വിദ്യാലയം തുടങ്ങുന്നത്. അത്രയും ഫീസ് വളരെ അപൂർവമായിട്ട് കേരളത്തിൽ സ്ഥാപനം. അപ്പോൾ അത്രയും ശിക്ഷ സമ്പത്ത് സുധീഷ് ഐഡിയ സ്റ്റാർസിന് സുധീഷ് അടക്കമുള്ള അത്രയും ശിക്ഷ സമ്പത്തുള്ള പവരേജ് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഏറ്റവും കൂടുതൽ ഈ പാസിന് പഠിച്ചു പോയിട്ടുള്ള കുട്ടികൾ. നൃത്തത്തിലായാലും വേറെ സംഗീതമൊക്കെ ആയിട്ട് പാസിന് ക്ലാസ്സുകൾ വളരെ കൃത്യമായിട്ട് ക്ലാസ്സിൻ്റെ പ്രത്യേകത കൃത്യമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്ന സമയബന്ധമായി കൃത്യമായി നടത്തിക്കൊണ്ടു പോകുന്ന പാസിൻ്റെ വിജയം അത് തന്നെയാണ്.